നിക്കടി അവിടെ. എന്റെ ഏരിയയിലാണോ നിന്റെ കളി? നീയായിരുന്നു? എന്ത് പറ്റി നിനക്ക്? എന്തിനാ കരയുന്നേ? എന്നോടത്തെ പിടിക്കാൻ വന്നു. എന്നെ രക്ഷിക്കണം ചേച്ചി, എന്നെ രക്ഷിക്കണം. ശരി, നീ അപ്പുറത്ത് പോയി നിൽക്ക്, ഞാൻ നോക്കട്ടെ. ഇവനോ? ഇവനെ ഞാൻ മുൻപ് കണ്ടിട്ടുണ്ടല്ലോ. ഞാനോ? എവിടെയും കേറി പിടിച്ചിട്ട് കാശ് തരാതെ പോവാന്ന് കരുതിയോ? എടുക്കട കാശ്. എവിടെയാണോ ഒളിപ്പിച്ചിരിക്കുന്നത്? എവിടെയാണ് നീ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? നിന്റെ പോക്കറ്റിലല്ലേ വെച്ചേക്കുന്നത്? നീ തരണ്ട, ഞാൻ എടുത്തു. നീ വിട്ടോ മോനെ. ബഹുമാന്യരെ, മാതാപിതാക്കളെ, നമ്മുടെ ആനിവേഴ്സറി ഡേയിൽ മുഖ്യ അതിഥിയും പുതിയ ബിൽഡിങ്ങിന്റെ ഉദ്ഘാടകനുമായി വരാമെന്നേറ്റിരുന്ന ബഹുമാന്യ ആഭ്യന്തരമന്ത്രി ശ്രീ വഞ്ചിയൂർ രാമകൃഷ്ണന് ചില പ്രത്യേക സാഹചര്യങ്ങളാൽ ഈ ഫംഗ്ഷന് വരാൻ സാധിക്കുകയില്ലെന്ന് അറിയിച്ചിരിക്കുന്നു. എന്നാൽ തൻ്റെ അസാന്നിധ്യം കൊണ്ട് ഈ ഫംഗ്ഷൻ മുടങ്ങാതിരിക്കുന്നതിനായി അദ്ദേഹം തൻ്റെ മകനെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിനായി ഇങ്ങോട്ട് അയച്ചിട്ടുണ്ട്. നമ്മുടെ ആനുവൽ ഡേ സെലിബ്രേഷൻസ് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്ന ശ്രീ രാജു രാമകൃഷ്ണനെ നമുക്ക് ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യാം. ഇപ്പോൾ വെൽക്കം സ്പീച്ചിനായി നമ്മുടെ സ്കൂൾ ലീഡറായ ശാന്തിയെ ക്ഷണിക്കുന്നു. ബഹുമാന്യായ പ്രിൻസിപ്പൽ മാഡത്തിനും ആദരണീയ അധ്യക്ഷനും മറ്റുള്ള എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. തിരുവോരത്തു നിന്നും വരുന്ന എന്നെപ്പോലൊരു സ്റ്റുഡൻറ്റിന് ഇങ്ങനെയൊരു അവസരം തന്നതിന് മാത്രമല്ല, പ്ലാറ്റ്ഫോമിൽ ഇറങ്ങുന്ന അഡ്രസ് ഇല്ലാത്ത എന്നെപ്പോലുള്ളവർക്ക് പഠിക്കാൻ അഡ്മിഷൻ തന്നതിനും ഞങ്ങളുടെ പ്രിൻസിപ്പൽ മാഡത്തിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. എന്നാൽ ഇങ്ങനെയൊന്നുമല്ലാത്ത മനസാക്ഷിയില്ലാത്ത മനുഷ്യരും ഈ സമൂഹത്തിലുണ്ട്. വീടില്ലാതെ അലയുന്ന ഞങ്ങളെ വേട്ടയാടി രസിക്കുന്നതാണ് ചില പണക്കാരുടെ മക്കൾക്ക് വലിയ സന്തോഷം. ഇന്നലെ രാത്രി ഒരു സംഭവം നടന്നു. അത് ഞാൻ ഈ വേദിയിൽ എങ്ങനെ പറയുമെന്ന് എനിക്കറിയില്ല. എന്നാൽ പറയാതിരിക്കാനും എനിക്ക് കഴിയില്ല. ഞാൻ തെരുവിളക്കിൻ്റെ കീഴിലിരുന്ന് പഠിക്കുകയായിരുന്നു. ആ സമയത്താണ് സംഭവം നടന്നത്. അതെന്താണെന്നോ? എൻ്റെ അണ്ണൻ വന്ന് എനിക്ക് പുതിയ യൂണിഫോം തന്നിട്ട് പോയി. ഇതൊരു വലിയ കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കില്ല. എന്നാൽ ഞങ്ങളെപ്പോലുള്ള പാവങ്ങൾക്ക് 2-3 വർഷത്തിലൊരിക്കൽ പുതിയ ഡ്രസ്സ് കിട്ടുന്നതേ അപൂർവമാണ്. അങ്ങനെ കഷ്ടപ്പെട്ട് പഠിക്കുന്ന ഞങ്ങളെ മാനത്തോട് ജീവിക്കാൻ വിടാതെ കഷ്ടപ്പെടുത്തുന്നത് ചിലർക്ക് വിനോദമാണ്. എന്താ സർ, എനി പ്രോബ്ലം? കവിത, ആ ഫാൻ ഒന്ന് സ്പീഡ്. യെസ് മാഡം. സാർ, നിങ്ങൾ മന്ത്രിയുടെ മകനല്ലേ? നല്ല മനസ്സ് തോന്നി നിങ്ങൾ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണം. ഐ ആം സോറി. കടമ മറന്ന് ഞാൻ എൻ്റെ സ്വന്തം കഥ പറഞ്ഞുപോയി. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഈ സ്കൂളിൻ്റെ പേരിൽ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി. ശാന്തി, കം ഹിയർ. പേര് ശാന്തി, വെരി ബ്രില്യൻറ്റ് സ്റ്റുഡൻറ്റ്. എന്താ മോളെ നെറ്റിയില്? അത് ഇന്നലെ
സോറി, കാൽ തട്ടി വീണതാ മാഡം. ശരി, പൊയ്ക്കോളൂ. താങ്ക് യു മാഡം. വിശ്വസിച്ചേ പറ്റൂ, അത്രക്ക് അടിപൊളി സെറ്റപ്പിലാണ് അവൻ. 1-2 പേരല്ല, 100 പേരാണ് അവന്റെ ഓഫീസിൽ അവന്റെ കയ്യിൽ ജോലി ചെയ്യുന്നത്. സംശയം ഉണ്ടെങ്കിൽ കത്ത് വായിച്ചു നോക്ക്. അവനടുത്ത് ആരാണെന്ന് അറിയാമോ? മാനേജർ, മുതലാളിയുടെ അടുത്ത ആളാ. അവൻ അറിയാതെ ആ മുതലാളി അവിടെ ഒരു കാര്യവും ചെയ്യില്ലെന്ന്. പിന്നെ കമ്പനി വക വലിയ ബംഗ്ലാവ്, കുറെ ജോലിക്കാർ, AC കാർ, കുറെ പാടാ. പിന്നെന്ത് വേണം? വാച്ചില്ലടാ, അതല്ലടോ അവന്റെ സമയം. അവന്റെ സമയം. എടാ തുളസി, ഈ പുഷ്കരൻ അവനെ പ്രത്യേകം ചോദിച്ചെന്ന് പറയണം. എനിക്ക് വയ്യ ഈ പുഷ്കരൻ. എടാ ചോദിക്കാൻ നേരം ഉണ്ടാ, തിരക്കല്ലേ? പിന്നെ ഞാൻ പറഞ്ഞു നോക്കാം. ഏതായാലും ഇനിവിടെ ഈ പുഞ്ചരിപ്പാട ഗ്രാമത്തില് നിങ്ങളോടൊപ്പം തേരാപ്പാര നടക്കാൻ ഈ തുളസി ഉണ്ടായിന്ന് വരില്ല. ഞാൻ പോകുന്നതിൽ നിങ്ങൾക്കൊക്കെ ദുഃഖമുണ്ടെന്നും എനിക്കറിയാം. അല്ല, ഇപ്പൊ തന്നെ നീ പോവാണോ? ഏയ്, ഇന്ന് രാത്രി ഒരാളോടുകൂടി എനിക്ക് യാത്ര ചോദിക്കാനുണ്ട്. ആരുമില്ല. അമ്മേ, അയ്യോ ഈശ്വരാ, തെങ്ങിന്റെ മുകളിലാണോ? ഈശ്വരാ, എല്ലാ രാത്രിയിലും പോലെ ഇന്ന് നീ എന്നെ കാത്തോളണമേ. തേങ്ങയുടെ ഒരു കോമഡിയേ. ഈശ്വരാ, ഉറങ്ങിയിട്ടുണ്ടാവല്ലേ? വിളിച്ചാ വിളി കേക്കണേ. ഇറങ്ങി വാ. അച്ഛൻ വേണ്ട, നീ മാത്രം മതി. അച്ഛൻ ഉറങ്ങിട്ടില്ല. ഉറങ്ങാതിരിക്കാൻ അമ്മാവനെന്താ സെക്യൂരിറ്റിക്കാണ്? തമാശകള തുളസേട്ടാ. പിന്നല്ലാതെ ഇത് എവിടുത്തെ ന്യായം? അനന്തരവന്റെ ഒരു ജോലി തരായിട്ടില്ല എന്ന് വിചാരിച്ച് അവൻ അവകാശപ്പെട്ട പെണ്ണെ വേറൊക്കെ കെട്ടിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ ഈ ദുർവാസാവ് ചതിയനാ. എന്റെ കൊക്കിൽ ജീവനുള്ളിടത്തോളം കാലം അത് നടക്കില്ല. ഈശ്വരാ, നടന്നാണല്ലോ. ഇതാരാ ചെല്ലപ്പനമ്മാവനോ? ഇതെന്താ അസമയത്ത് ഈ വഴിക്ക്? തുളസി, കൊല്ലക്കുടിയിൽ സൂചി വെക്കല്ലേ. എടാ, നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ അടിച്ചേരാത് കാര്യം ഉത്തരത്. അത് കൊള്ളാം. ഓർമ്മ വെച്ച കാലം മുതൽ നിങ്ങൾ എല്ലാരും കൂടി പറഞ്ഞുറപ്പിച്ച് എന്റെ മനസ്സിൽ കയറ്റി പ്രതീക്ഷിച്ച മനസ്സിൽ എവിടെയുണ്ടോ അവിടെ ഞാൻ എത്തും. കൈ കാശിന്റെ മിഠായി വാങ്ങാൻ കഴിവില്ലാത്ത നിനക്ക് എങ്ങനെയാടാ ഇവള് നിന്റെ പെണ്ണാണെന്ന് പറയാൻ തോന്നണേ? ഓ, അപ്പൊ കാശാണല്ലേ പ്രശ്നം? അതെ, കാശ് പറ്റിയ പ്രശ്നം. എങ്കിൽ കൈ നിറയെ കാശ് വേണ്ടി തുളസി വരും. എങ്കിൽ ഈ നിൽക്കുന്ന എന്റെ മകള് നിന്റേതായിരിക്കും. പക്ഷെ വാക്ക് മാറ്റരുത്. എന്റെ തല പോയാലും ശരി, ഞാൻ വാക്ക് മാറ്റൂല. തല എനിക്കൊരു പ്രശ്നമല്ല. ഈ വാക്കിനെ വിശ്വസിച്ചുകൊണ്ട് ഇതായി തുളസി പുറപ്പെടുകയാണ്. പുറപ്പെടാൻ നീ എന്താ കൊച്ചിൻ എക്സ്പ്രസോ? അമ്മാവാ, കൊച്ചിൻ എക്സ്പ്രസ് എന്ന് വിളിച്ച് എന്നെ കൊച്ചാക്കരുത്. 100 തൊഴിലാളികൾ വർക്ക് ചെയ്യുന്ന ഷോപ്പിംഗ് കോംപ്ലക്സിലേക്ക് ഈ മെട്രോ പായുകയാണ്. അവിടുത്തെ മെയിൻ ആളായിട്ട് ഇപ്പൊ മുതൽ കാത്തിരുന്നു. എപ്പോ വേണമെങ്കിലും ഈ വീട്ടുമുറ്റത്ത് ഒരു ബെൻസുകാരന്റെ എരമ്പൽ കേൾക്കാനായിട്ട്. കാണാം. ആശാനെ, ചവച്ച് തുപ്പടാ. ഈ സിറ്റിയിലെ ഏറ്റവും വലിയ ഫ്രോഡ് തരികയുടെയും ആശാൻ തന്നെയല്ലേ? വേറെ ആരെങ്ങളുടെയും പേര് നീ കേട്ട? ഇല്ല. അപ്പൊ ഞാൻ തന്നെ. അങ്ങനെ വരുമ്പോ തെളിവ് സഹിതം പോലീസിന്റെ കയ്യിൽ കിട്ടിയ ഇഞ്ച ചതക്കിനെ പോലെ അവര് ആശാനെ ചതക്കില്ലേ? അതന്നെയല്ലേ ശരിക്കും വേണ്ടതും. സത്യം പറയടാ, നീ യൂദാസാണോ? അല്ല ആശാനെ, ഞാൻ ഗോപിയാ. നീ ഗോപിയല്ലടാ, പാപിയാണ് പാപി. 3 നേരം മൂക്കുമുട്ട ഞണ്ണാൻ തരുന്നവനെ പോലീസ് പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്നവൻ. അങ്ങനെ ആഗ്രഹിച്ചാല് തെറ്റൊന്നുമില്ലല്ലോ. അല്ല, ആശാനെ പിടിച്ചാൽ അപ്പൊ തന്നെ വിടില്ലോ. ആര്? CI മാൻസിംഗ്. ഇപ്പൊ തന്നെ എത്രാമത്തെ പ്രാവശ്യ CI ആശാനെ പിടിച്ചിട്ട് വിട്ടുകളഞ്ഞത്? അതിന്റെ കുട്ടൻസ് എന്താ ആശാനെ? എനിക്കും കൂടി ഒന്ന് പറഞ്ഞതാ, ഞാനും കൂടി ഒന്ന് ജീവിച്ചു പോട്ടെ. അതോ, അതിനി CI മാൻസിംഗിനെ കാണുമ്പോ ചോദിച്ചിട്ട് പറയാ അതിന്റെ ഗുട്ടൻസ് എന്താണെന്ന്. അപ്പൊ ആശാന് പിടിയില്ലേ? നീ ഇത് പിടിപ്പിരി, എന്നിട്ട് വിവരക്കേട്ട് വിളിച്ചു പറ. സഹോദരന്മാരെ, നിങ്ങൾ ഈ വചനം കേൾക്കുവിൻ. ലോകാവസാനത്തിന്റെ കാലം അടുത്തു വരുന്നു. മനുഷ്യൻ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരവസ്ഥയിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നു. മനുഷ്യർ ജോലി ചെയ്ത് കഷ്ടപ്പെട്ടു വരുമ്പോൾ ക്ഷീണമകറ്റാൻ കുടിക്കുന്ന ദാഹശമനിയിൽ പോലും മീതയിൽ ചേർക്കുവാൻ യാതൊരു മടിയുമില്ലാതായിരിക്കുന്നു കർത്താവേ. അങ്ങനെ ലോകം മൊത്തം ഇന്ന് മായമാണ്. പ്രിയ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയുന്നു, പൊള്ളത്തരവും കള്ളത്തരവുമാണ് നമുക്ക് ചുറ്റും.
തട്ടിപ്പിന്റെയും വെട്ടിപ്പിന്റെയും പിടിയിൽ നാം പെടാതെ നോക്കണം. ചുറ്റിലും അക്രമവും അനീതിയും ഗുണ്ടായുസവും പിടിച്ചുപറിയും മാത്രം. കള്ളന്മാരോടും പിടിച്ചുപറിക്കാരോടും പൊറുക്കുവാൻ നിങ്ങൾക്ക് കഴിയുമാറാകണം. മോഷണം പാപമാകുന്നു. അന്യന്റെ വസ്തുക്കൾ മോഷ്ടിക്കുന്നതും അന്യന്റെ ഭാര്യയെ മോഹിക്കുന്നതും കൽപ്പന പ്രകാരം തെറ്റാകുന്നു. ദൈവവചനത്താൽ സഹോദരങ്ങളെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ചൂത് കളിക്കുന്നതും പണം പലിശയ്ക്ക് കൊടുക്കുന്നതും കൽപ്പന പ്രകാരം പാപമാകുന്നു. ധനവാൻ സ്വർഗത്തിലേക്ക് പോകുന്നതിലും എളുപ്പമാണ് ഒട്ടകം സൂചിക്കുഴലിലൂടെ കടന്നു പോകുന്നത്. പ്രിയ സഹോദരങ്ങളെ, നീ നിന്നെ തന്നെ തിരിച്ചറിയുക. നീ ചെയ്യുന്ന പാപത്തിന്റെ കനി നീ തന്നെ ഭക്ഷിക്കേണ്ടി വരും. ഇന്ന് നേരം വെളുത്തിട്ട് ഒരു പെറ്റി കേസ് പോലും കിട്ടിയില്ലല്ലോ. നിന്നെ ദൈവത്തിലേക്ക് അടുപ്പിക്കും. ഈ മാൻസിംഗ് ചാർജ് എടുത്തത് ക്രിമിനലുകളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും അല്ലടോ. എന്താണോ അവിടെ ഒരു ആൾക്കൂട്ടം? വണ്ടി അങ്ങോട്ട് നിർത്തും. സഹോദരങ്ങളെ, ഈ ലോകത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? അധികാരം ദുർവിനിയോഗം ചെയ്യപ്പെടുന്നു. നിയമം കാത്തു സൂക്ഷിക്കേണ്ട നിയമപാലകർ നിയമം ഉപയോഗിച്ച് മനുഷ്യനെ കശാപ്പ് ചെയ്യുന്നു. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ആരെന്ന് നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാൻ കഴിയാതായിരിക്കുന്നു. കർത്താവേ, ഇതെല്ലാം സംഭവിക്കാൻ പോകുന്നൊരു മഹാവിപത്തിന്റെ സൂചനകളാണ്. നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ. ഏവരും കർത്താവിനോട് കരുണയുള്ളവരായിരിപ്പിൻ. ആമേൻ. നിങ്ങൾ കർത്താവിനോട് ചേർന്നിരിക്കുവിൻ. രക്ഷയുടെ വഴി കണ്ടെത്തുവിൻ. എൻ്റെ ഈ വചനം ഒരാളുടെയെങ്കിലും രക്ഷയ്ക്ക് കാരണമായെങ്കിൽ ഞാൻ കൃതാർത്ഥനായനെ. പേര് വാവച്ചൻ. ബ്രദർ എന്നെല്ലാവരും വിളിക്കും. ബ്രദറിന് എന്താണ് വേണ്ടത്? ഒന്നും വേണ്ട, കണ്ടല്ലോ അത് മതി. അപ്പോ ഈ ഉള്ളവന്റെ വചനങ്ങളൊന്നും സഹോദരൻ കേട്ടില്ലേ? ഇല്ല. ഞാൻ ദുഃഖിക്കുന്നു. കേൾവിയില്ലാത്തവർക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കാം. കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ചേട്ടാ, ഈ ഹോളി ക്രോസ് വില്ല ഇതല്ലേ? ഹോളി ക്രോസ് ഈ ധനുഷ്കോടി സാർ ഇവിടെയാണോ താമസിക്കുന്നത്? ധനുഷ്കോടി സാറാ? ഈ ഷോപ്പിംഗ് കോംപ്ലക്സിലെ മാനേജറെ ഷോപ്പിംഗ് കോംപ്ലക്സിലെ? അല്ലല്ല, ഇവിടെയല്ല. നിങ്ങൾക്ക് വീട് മാറിപ്പോയതാ. ഇവിടെ ഒരു ധനുഷ്കോടി താമസിക്കുന്നുണ്ട്. പേരിന് മാത്രമുള്ള കൂടി ആളൊരു പിച്ചക്കാരനാ. എന്താ? എനിക്ക് 3 മാസത്തെ വാടക തരാണ്ട്. അല്ല, നമ്മളാരാ? അയൽക്കാരനാ? അലക്കാൻ വല്ലതുണ്ടാ? ഡോബി വന്നിട്ടുണ്ട്. അയ്യോ, അലക്കാരനല്ല, അയൽക്കാരൻ. അലക്ക് വെച്ചെന്നാണ്ടല്ല. താൻ ആദ്യം പറഞ്ഞ അലക്കാരനാണ്. മണ്ടൻ. നമ്മളാരാ? യേശുവാസ? അല്ല, മാർക്കോസ്. എന്താ വല്ല ഗാനമേള ഉണ്ടാ? അങ്ങനെയൊന്നുമില്ല. പിന്നെന്താണാവോ നമ്മുടെ പരിപാടി? പ്രത്യേകിച്ച് ഇയാൾ എന്തൊക്കെ ചാണ്ടിച്ചി പറയണത്? താൻ എവിടുന്നാ? നമ്മുടെ നാട്ടിൽ ചാണ്ടിച്ച എല്ലാം പറഞ്ഞ പോലെ ഞാൻ വരാൻ കുറച്ച് വൈകും. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഗേറ്റ് ക്ലോസ് ചെയ്യാൻ മറക്കല്ലേ? ധർമ്മക്കാരൻ പറഞ്ഞു വിടാൻ നോക്കി. ധനുഷ്കോടി തുളസിദാസിലും മറന്നുപോയോ? പണ്ട് സ്കൂളിൽ വെച്ച് ഉച്ചക്കഞ്ഞ് തീർന്നു പോയപ്പോ എന്റെ ഉച്ചക്കഞ്ഞ് എന്ന് നിന്റെ വിശപ്പാറ്റത് ഓർമ്മയില്ലടാ. ധനുഷ്കോടി, പണ്ട് നീ കണക്ക് ടീച്ചറോട് ഐ ലവ് യുടെ അർത്ഥം ചോദിച്ചപ്പോ അത് ഞാനാണ് നിനക്ക് പറഞ്ഞു തന്നെന്നും പറഞ്ഞ് ടീച്ചർമാരെല്ലാരും കൂടി എന്നെ ക്ലാസ്സിൽ നിന്ന് പിടിച്ച് പുറത്താക്കി. അപ്പൊ ഞാൻ നൂൺഷോന് പോയത് ഓർമ്മയില്ലടാ. ആളെ പറ്റിച്ച് കാശുണ്ടാക്കാൻ വേണ്ടി ഏതോ നാടകത്തിലെ ഡയലോഗും പഠിച്ചിറങ്ങിയിരിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഫ്രോഡ് ഫ്രോഡ്. പോടാ. തമാശ കൊല്ലിങ്ങ.
അവന് തമാശക്കാരനാ. പണ്ടേ സ്കൂളിൽ നാടകം കളിക്കുമ്പോ ഇവനെ ബസ്സിൽ. അയ്യോ, റൂമിന്റെ താക്കോല് വയ്ക്കാൻ മറന്നുപോയി. അവന്റെ റൂമിന്റെ താക്കോല് ഇവിടെ ഉണ്ടാ. എന്തിനാ? ഒന്ന് ഉറങ്ങി കുളിച്ച് ഫ്രഷ് ആവാനാ. ഒന്ന് പോകാം. അതായത്